ഹായ് ഫ്രണ്ട്സ്, ക്ലീനിങ് ആൻഡ് ഡീകണ്ടാമിനേഷൻ്റെ മെക്കാനിക്കൽ ക്ലീനേഴ്സ് എന്നുള്ള പാർട്ടിൽ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സെവറൽ മെക്കാനിക്കൽ ഓപ്ഷൻസ് ആർ അവൈലബിൾ ടു അസിസ്റ്റ് വിത്ത് ഡീകണ്ടാമിനേഷൻ. നമുക്ക് ക്ലീനിങ്ങും ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മെഷീൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട്. മെക്കാനിക്കൽ ക്ലീനിങ് ഫെസിലിറ്റേറ്റ് ദ ഡീകണ്ടാമിനേഷൻ പ്രോസസ് ബൈ റിമൂവിങ് സോയിൽ ആൻഡ് മൈക്രോ ഓർഗാനിസംസ് യൂസിങ് ആൻ ഓട്ടോമേറ്റഡ് ക്ലീനിങ് പ്രോസസ്. മെക്കാനിക്കൽ ക്ലീനിങ് നമുക്ക് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്തു തരുന്നത്? ഡീകണ്ടാമിനേഷൻ എങ്ങനെയാണ് ചെയ്തു തരുന്നത്? റിമൂവിങ് സോയിൽ ആൻഡ് മൈക്രോ ഓർഗാനിസം. സോയിലും അതായത് ഡേർട്ടും മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സിലൂടെയാണ് മെഷീനുകൾ ഉപയോഗിച്ച് നമുക്ക് ക്ലീനിങ് ആൻഡ് ഡീകണ്ടാമിനേഷൻ സാധ്യമാകുന്നത്. വെൻ ഫംഗ്ഷനിങ് കറക്റ്റ്ലി ദീസ് മെഷീൻസ് ഫംഗ്ഷൻ കൺസിസ്റ്റൻ്റ്ലി ആൻഡ് റെഡ്യൂസ് ടൈം ആൻഡ് ലേബർ ഫോർ CS പ്രൊഫഷണൽസ്. അപ്പോൾ ഈ മെഷീൻ്റെ ഗുണം എന്താണ്? മെഷീൻ വാഷിങ്ങിൻ്റെ ഗുണം എന്താണ്? അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അത് നമ്മളുടെ ടൈമും ലേബറും കുറച്ച് തരും. ലേബർ കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് ലോഡും കുറച്ച് തരും. അതായത് ഒരേ രീതിക്കുള്ള ക്ലീനിങ് നമുക്ക് പോസിബിൾ ആവുകയും ചെയ്യും. നമുക്ക് ടൈം കുറച്ചു മതി. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ലോഡ് നമുക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണ്? ദ യൂസ് ഓഫ് മെക്കാനിക്കൽ ക്ലീനേഴ്സ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി റീപ്ലേസ് ദ നീഡ് ഫോർ മാനുവൽ ക്ലീനിങ്. അപ്പോൾ നമുക്ക് മെഷീൻ ഉണ്ടെന്ന് കരുതി മാനുവൽ ക്ലീനിങ് ചെയ്യേണ്ടതായിട്ടും വരും. എല്ലാം നമ്മൾ നേരെ മെഷീനകത്തിട്ട് വാഷ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാനുവൽ ക്ലീനിങ് എന്തായാലും വേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി നമ്മളുടെ വർക്ക് ലോഡ് എളുപ്പമാക്കി തരും. ടൈം കൺസ്യൂം ചെയ്യുന്നത് കുറച്ചും തരും. Then, some units reduce microbial contamination through a multi-step approach using a combination of cleaning solution, hot water, rinsing, lubrication and drying, while others provide a cleaning function only. ഇനി ചില മെഷീനുകൾ എങ്ങനെയാണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലീനിങ് പിന്നെ മൈക്രോബ്സിനെയും ഡേർട്ടിനെയും ഒക്കെ റെഡ്യൂസ് ചെയ്ത് തരുന്നത് എങ്ങനെയാണ്? മൾട്ടി സ്റ്റെപ്പ് അപ്രോച്ചാണ്. അതെങ്ങനെയൊക്കെ ആയിരിക്കും? ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കും, ഹോട്ട് വാട്ടർ ഉപയോഗിക്കും, റിൻസ് ചെയ്യും, ലൂബ്രിക്കേറ്റ് ചെയ്യും, ഡ്രൈ ചെയ്യും. ചിലതാണെങ്കിൽ ചിലതരം മെഷീനാണ് ഈ ക്ലീനിങ് മാത്രം. അത് നമ്മളിനി ഫർദർ നമ്മൾ വീഡിയോയിൽ ബാക്കി നമ്മൾക്ക് മനസ്സിലാവും ഏതൊക്കെ മെഷീൻ എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഡിവൈസസ് കോമൺലി ഫൗണ്ട് ഇൻ ദ ഡീകണ്ടാമിനേഷൻ ഏരിയ ഇൻക്ലൂഡ് ഏതൊക്കെ മെഷീനുകളാണ് നമ്മുടെ വാഷിംഗ് ഏരിയയിലുള്ളത്? അൾട്രാസോണിക് മെഷീൻ, ദെൻ ഇറിഗേറ്റിംഗ് സോണിക്സ്, വാഷർ ഡിസിൻഫെക്ടർ, കാർഡ് വാഷേഴ്സ്, പാസ്ചറൈസേഴ്സ് ആൻഡ് ഓട്ടോമേറ്റഡ് എൻഡോസ്കോപ്പ് റീപ്രോസസേഴ്സ്. അപ്പോൾ നോർമലി നമ്മളുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നോർമലി ഒരു അൾട്രാസോണിക് മെഷീനും ഉണ്ടാവും, പിന്നെ ഒരു വാഷർ ഡിസിൻഫെക്ടറും മെയിൻലി ഉണ്ടാവും. പിന്നെ അതുകൂടാതെ നമ്മൾ എന്തൊക്കെ മെഷീനുകളെയും കൂടെ നമ്മൾ പരിചയപ്പെടണം? ഇറിഗേറ്റിംഗ് സോണിക്സ് പരിചയപ്പെടണം, കാർഡ് വാഷർ അറിയണം, പാസ്ചറൈസേഴ്സ്, പിന്നെ AER എൻഡോസ്കോപ്പിയിലുള്ള ഓട്ടോമേറ്റഡ് എൻഡോസ്കോപ്പ് റീപ്രോസസേഴ്സ്. CS technicians should not use any type of mechanical equipment without receiving proper training and competency review. അതായത് നമ്മൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും അത് ഉപയോഗിക്കാനുള്ള പരിചയവും ആവാതെ നമ്മൾ ഒരിക്കലും ഒരു മെഷീനും യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ അൾട്രാസോണിക് ക്ലീനേഴ്സിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അൾട്രാസോണിക് മെഷീൻ. അൾട്രാസോണിക് ക്ലീനേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫൈൻ ക്ലീനിങ്, നോട്ട് ഫോർ ഡിസിൻഫെക്ഷൻ ഓർ സ്റ്റെറിലൈസേഷൻ. അൾട്രാസോണിക് ക്ലീനേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫൈൻ ക്ലീനിങ്ങിന്. അതായത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഒരു ഫൈനൽ റൗണ്ട്, ഒരു ഫൈൻ ട്യൂണിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബാക്കി ആ ക്ലീനിങ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഫൈൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് അൾട്രാസോണിക് മെഷീൻ ഉപയോഗിക്കുന്നത്. അത് ഡിസിൻഫെക്ഷന് വേണ്ടിയുമല്ല, സ്റ്റെറിലൈസേഷൻ നടത്താനും അല്ല ഉപയോഗിക്കുന്നത്. They are used to remove soil from joints, crevices, lumens and other areas that are difficult to clean by other methods. അതുകൊണ്ടാണ് ഇതിനെ ഫൈൻ ക്ലീനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ജോയിൻസ് നമ്മൾ മാനുവൽ ക്ലീനിങ് ചെയ്താലും അതുപോലെ തന്നെ വാഷർ ഡിസിൻഫെക്ടർ ചെയ്താലും ഒക്കെ ജോയിന്റിൽ നിന്ന് ഡേർട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജോയിന്റ്, അതുപോലെ ക്രെവിസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻസ്ട്രുമെന്റ് ഓരോ ഇടഭാഗങ്ങൾ, അതായത് നമ്മളുടെ ബ്രഷസ് ഒക്കെ എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ ലൂമൻസ് നിങ്ങൾക്കറിയാം, കത്തീറ്റേഴ്സിന്റെ ഉൾഭാഗം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ സക്ഷൻ ടിപ്പിന്റെ ഒക്കെ ഉൾഭാഗം, അതാണ് ലൂമൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് മെത്തേഡുകളിലൂടെ ക്ലീനിങ് സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലെ ക്ലീനിങ് പോസിബിൾ ആക്കാനാണ് ഏത് മെഷീൻ നമ്മളെ സഹായിക്കുന്നത്? അൾട്രാസോണിക് മെഷീൻ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഫൈൻ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനാണെന്നുള്ളത്. The term ultrasonic is an appropriate name for this type of mechanical cleaner. ഈ ടൈപ്പ് മെക്കാനിക്കൽ ക്ലീനറിന് അൾട്രാസോണിക് എന്നുള്ള പേര് കൊടുത്തേക്കുന്നത് വളരെ ഉചിതമാണ്. എന്തുകൊണ്ടാണ്? അൾട്രാ മീൻസ് ബിയോണ്ട്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മീതെ. അൾട്രാ മീൻസ് ബിയോണ്ട് ആൻഡ് സോണിക് മീൻസ് സൗണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സൗണ്ടിനും മീതെ, അതുക്കും മേലെ എന്നൊക്കെ നമ്മൾ പറയണ പോലെ സൗണ്ടിനും മീതെ. Then when an ultrasonic wave passes through a liquid, it makes the liquid vibrate. അപ്പോൾ
അപ്പോൾ ഈ ഒരു അൾട്രാസോണിക് വേവ് ഒരു സൊല്യൂഷനിൽ കൂടെ, അതായത് നമ്മൾ വെള്ളവും ഡിറ്റർജന്റും കൂടെ നിറച്ചിരിക്കുന്ന ഒരു മെഷീന്റെ ടാങ്കിൽ നിറച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പരിചിതമാണ്. അതിലൂടെ പോകുമ്പോൾ ഈ അൾട്രാസോണിക് വേവ്സ് പോകുമ്പോൾ എന്താണ്, ഈ ലിക്വിഡ് വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. ഈ ലിക്വിഡ് വൈബ്രേറ്റ് ആവും. ഹോസ്പിറ്റൽ സോണിക് ക്ലീനേഴ്സ് പ്രൊഡ്യൂസസ് ഫ്രം 20,000 to 38,000 വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ആണ് ഉണ്ടാവുന്നത്. നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് മെഷീനകത്ത് പെർ സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ആണുള്ളത്? 20,000 to 38,000 vibrations per second. Then the vibrations are transmitted through the detergent bath and create cavitation. അപ്പോൾ ഈ വൈബ്രേഷൻസ് ഈ ഡിറ്റർജന്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ, നമ്മൾ വാട്ടറും എൻസൈമും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സൊല്യൂഷനകത്തേക്കൂടെ പോകുമ്പോൾ എന്താണ്, ക്യാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. ക്യാവിറ്റേഷൻ. With this process, ultrasonic waves passes through a cleaning solution. The molecules of the solution are set in very rapid motion and small gas bubbles develop. നമുക്കറിയാം, ഇപ്പം നമ്മൾ ആദ്യം തന്നെ കണ്ടു 20,000 to 38,000 വൈബ്രേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് അതൊന്നും കാണാൻ പറ്റണമെന്നില്ല. ഒരു സെക്കൻഡിൽ അത്രയും വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ക്യാവിറ്റേഷൻ. ആ ക്യാവിറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? ക്യാവിറ്റേഷനിൽ ആ സൊല്യൂഷനകത്ത് മോളിക്യൂൾസ്, നമുക്കറിയാം, നമ്മൾ മോളിക്യൂൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സൊല്യൂഷനകത്ത് മോളിക്യൂൾസ് വളരെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? അനങ്ങിക്കൊണ്ടിരിക്കും, അതായത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെറിയ ചെറിയ ഗ്യാസ് ബബിൾസ് ഡെവലപ്പ് ചെയ്യും. എന്താ ഉണ്ടാവുന്നത്? ആ സൊല്യൂഷൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? ഇത്രയും സ്പീഡിൽ അൾട്രാസോണിക് വേവ്സ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൊല്യൂഷൻ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ഗ്യാസ് ബബിൾസ് ഡെവലപ്പ് ചെയ്യും. സ്മോൾ ഗ്യാസ് ബബിൾസ് ഡെവലപ്പ്. ദെൻ ആസ് ദ ബബിൾസ് ഗ്രോ ലാർജർ, ഈ ചെറിയ ഗ്യാസ് ബബിൾസ് വലുതായി വരും തോറും എന്ത് പറ്റും? ദേ ബിക്കം അൺസ്റ്റേബിൾ. അതെ, നമുക്കറിയാം, ഒരു ബബിൾ ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. ആ ബബിൾ എന്തായി മാറും? അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അണ്ടിൽ ദേ ഇംപ്ലോഡ്, അത് പൊട്ടുന്നത് വരെ. ഇംപ്ലോഡ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ പറയുന്നത് എക്സ്പ്ലോഡ്, എക്സ്പ്ലോഷർ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? എക്സ്പ്ലോഡ് അല്ല, ഇംപ്ലോഡ് ആണ്. ഇംപ്ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിത്തെറിക്കുകയല്ല, ഉള്ളിലോട്ട് വലിഞ്ഞു പൊട്ടുക. ഒരു ബബിള് ഉള്ളിലോട്ട് വലിഞ്ഞ് പൊട്ടുക, അതാണ് ഇംപ്ലോഡ് എന്നുള്ള വാക്ക്. അപ്പോൾ ക്യാവിറ്റേഷൻ എന്നുള്ള പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? അൾട്രാസോണിക് വേവ്സ് സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേഷൻ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു? 20,000 to 38,000 വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഈ സൊല്യൂഷനകത്ത് മോളിക്യൂള് വളരെ സ്പീഡിൽ മൂവ് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്മോൾ ഗ്യാസ് ബബിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഗ്യാസ് ബബിൾസ് വലുതായി വരുന്നു. വലുതായി വന്നിട്ട് അത് ഇംപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് ക്യാവിറ്റേഷൻ പ്രോസസ്സ്. അപ്പൊ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? ദിസ് ക്രിയേറ്റ് എ വാക്വം. വാക്വം എന്ന് പറഞ്ഞ ഒരു ശൂന്യാവസ്ഥ. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുന്നത്? ദിസ് ക്രിയേറ്റ്സ് എ വാക്വം ഇൻ ദ സൊല്യൂഷൻ ദാറ്റ് ഡ്രോസ് മൈന്യൂട്ട് ബിറ്റ്സ് ഓഫ് ഫോറിൻ മാറ്റർ ഫ്രം ക്രാക്സ് ആൻഡ് ക്രെവിസസ് സച്ച് ആസ് ഹിഞ്ചസ് ആൻഡ് സെറേഷൻ ഓൺ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാവിറ്റേഷൻ പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ആവണം, ഒരു ശൂന്യാവസ്ഥ ക്രിയേറ്റ് ആവണം. ആ ശൂന്യാവസ്ഥ, നമുക്കറിയാം, ഒരു ശൂന്യാവസ്ഥ ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു സക്കിങ് വരും. ആ സക്കിങ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിലെ ഈ ക്രെവിസസ്, സെറേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടറി ഫോസപ്സിന്റെ ആ ജോ പോർഷനിൽ എന്താ ഉണ്ടാവുന്നത്? ഇങ്ങനെ വര പോലെ ആ പോർഷനാണ് സെറേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഉൾഭാഗത്ത് ആ സെറേഷനകത്ത് അതിനൊക്കെ നമുക്ക് ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്രെവിസസ്, ജോയിൻസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഡേർട്ട് ഇൻക്ലൂഡിങ് മൈക്രോ ഓർഗാനിസം എല്ലാം കൂടെ അത് പുറത്തോട്ട് വരുന്നു. മനസ്സിലായി? ഈ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി അത് പുറത്തോട്ട് വരുന്നു. Then this vacuum actions result in cleaning of hard to reach areas. ഈ ഒരു വാക്വം ക്രിയേഷൻ, ഈ ഒരു ക്യാവിറ്റേഷൻ പ്രോസസ്സ് നമ്മൾക്ക് എന്താക്കി തരുന്നു? വളരെ എളുപ്പമാക്കി തരും. എന്ത്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷനിലെ ക്ലീനിങ് എളുപ്പമാക്കി തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർക്കുക, അൾട്രാസോണിക് മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫൈൻ ക്ലീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. After cavitation, rinsing is necessary to remove any residue, including detergents that remain on the instrument. അപ്പോൾ ക്യാവിറ്റേഷൻ പ്രോസസ്സിന് ശേഷം നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിൻസിങ് ചെയ്തിരിക്കണം.
ഓക്കെ, അപ്പോൾ ആ റിൻസിങ് ചെയ്യണോടുകൂടി എന്തെങ്കിലും ഡിറ്റർജൻറ്റോ ബാക്കി എന്തെങ്കിലും റെസിഡ്യൂ ഉള്ളതോ എല്ലാം ഈ ഇൻസ്ട്രുമെന്റിൽ നിന്ന് പോയിക്കോളും, റിമൂവ് ആയി പോയിക്കോളും. സിൻസ് ദ അൾട്രാസോണിക് ക്ലീനിങ് പ്രോസസ് ലിഫ്റ്റ്സ് പ്രോട്ടീൻ, സ്റ്റാർച്ചസ് ആൻഡ് ലിപ്പിഡ്സ് ഫ്രം ഇൻസ്ട്രുമെന്റ്സ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റുട്ടീൻലി ക്ലീൻ ദ ടാങ്ക് അക്കോർഡിംഗ് ടു IFU. കണ്ടോ, അപ്പൊ നമ്മൾ ഇത്രയേറെ ക്ലീനിങ് ഇത് നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ടാങ്കിൽ അൾട്രാസോണിക് മെഷീന്റെ ആ ഡിറ്റർജന്റും ഈ സൊല്യൂഷൻ നിറച്ചിരിക്കുന്ന ടാങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഡേർട്ട് എല്ലാം ഈ ടാങ്കിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാസോണിക് മെഷീന്റെ IFU അനുസരിച്ച് ആ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യണം. അത് നമ്മൾ മറക്കാൻ പാടില്ല. സോ ക്യാവിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ എത്ര വൈബ്രേഷൻസ് ആണ് ഹോസ്പിറ്റൽ അൾട്രാസോണിക് മെഷീനകത്തൊക്കെ സാധാരണ ഉള്ളതെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക. Then instruments to be processed must be pre-cleaned to remove gross soil such as blood and tissue debris. അപ്പോൾ നമ്മൾ അൾട്രാസോണിക് മെഷീനകത്ത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? ഗ്രോസ് സോയിൽ റിമൂവ് ചെയ്യണം. എന്താ ഗ്രോസ് സോയിൽ? അതിനകത്ത് കാണപ്പെടുന്ന കൂടുതൽ ബ്ലഡ്, അതുപോലെ ടിഷ്യൂസ്, നമുക്ക് കാണപ്പെടുന്ന വലിയ വലിയ ഡേർട്ട് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പ്രീ ക്ലീൻ ചെയ്തതങ്ങ് കളഞ്ഞേക്കണം. ഇൻ അഡീഷൻ പ്രോട്ടീൻ അബ്സോർബ്സ് സൗണ്ട് ആൻഡ് റെഡ്യൂസസ് ദ ക്ലീനിങ് ആക്ഷൻ ഇൻ ദ സോണിക് ക്ലീനർ. അപ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമ്മളുടെ അൾട്രാസോണിക് മെഷീൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഈ വൈബ്രേഷൻസ്, നമ്മൾ പഠിച്ചു വൈബ്രേഷൻ ഉണ്ടാവുന്ന ആ വൈബ്രേഷൻസിനെ ഈ ഗ്രോസ് സോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് വലിയ ടിഷ്യൂ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേഷൻസ് ഉണ്ടെങ്കിലല്ലേ അവിടെ ക്യാവിറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നേ. ക്യാവിറ്റേഷൻ പ്രോസസ്സ് നടന്നാലാണല്ലോ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ആ ക്ലീനിങ് അവിടെ നടക്കുകയുള്ളൂ. സോ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? പ്രീ ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാമുള്ളൂ? ഈ അൾട്രാസോണിക് മെഷീൻ്റെ അകത്ത് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. സോ ഗ്രോസ് സോയിൽ റിമൂവ് ചെയ്യുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ബാത്ത് ടെമ്പറേച്ചേഴ്സ് ഫോർ ക്ലീനിങ് ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി ബിറ്റ്വീൻ 27 degrees Celsius and 43 degrees Celsius unless otherwise specified by the equipment or detergent manufacturer. നോർമലി നമ്മളുടെ ആ ക്ലീനിങ് സൊല്യൂഷൻ ഇല്ലേ, നമ്മൾ അൾട്രാസോണിക് മെഷീനകത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻ, അതിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കണം? ബിറ്റ്വീൻ 27 degrees Celsius and 43 degrees Celsius. അത് ഓർമ്മ വയ്ക്കുക. അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ് ക്ലീനിങ് സൊല്യൂഷന്റെ? 27 degrees Celsiusനും 43 degrees Celsiusനും ഇടയിലായിരിക്കണം ഈ പറയുന്ന ഡിറ്റർജന്റ് ആ ക്ലീനിങ് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ വരുന്നത്. അല്ലെങ്കിൽ ആര് പറഞ്ഞിരിക്കണം? അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ബൈ എക്യുപ്മെന്റ് ഓർ ഡിറ്റർജന്റ് മാനുഫാക്ചർ. അതിനകത്ത് അൾട്രാസോണിക് മെഷീന്റെ ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന എൻസൈമോ ഡിറ്റർജന്റ് എന്തായാലും അവർ ആ മാനുഫാക്ചേഴ്സോ പറയുകയാണ്, അവർ ടെമ്പറേച്ചർ റേഞ്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജനറലി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 27 degrees Celsius to 43 degrees Celsius. എന്തിന്റെ ടെമ്പറേച്ചറാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ. Then temperatures above 60 degrees Celsius will coagulate protein, make it more difficult to remove. എന്താണ്? 60 ഡിഗ്രിക്ക് മേളിൽ ചൂടുള്ള വെള്ളമോ സൊല്യൂഷനോ എന്തോ ആയിക്കോട്ടെ, എന്ത് സംഭവിക്കുന്നത്? പ്രോട്ടീനെ കൊയാഗുലേറ്റ് ചെയ്യും. എന്താണ് അങ്ങനെ? അതിപ്പോൾ പറയാൻ കാരണം, പ്രോട്ടീൻ എന്താ? നമ്മുടെ ബ്ലഡൊക്കെ പ്രോട്ടീൻ കണ്ടന്റ് ആണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രോട്ടീൻ എല്ലാം ഈ ബ്ലഡ് എല്ലാം എന്ത് ചെയ്യും? കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ കൊയാഗുലേഷൻ, നമുക്ക് അതിന് നമ്മളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ഉദാഹരണമാണ്. നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ജെല്ലി പോലെയുള്ള പോർഷൻസ് പുഴുങ്ങി കഴിഞ്ഞെടുക്കുമ്പോൾ എന്താവും? നല്ല കട്ടിയുള്ള വൈറ്റ് പോർഷനായിട്ട് മാറും. അതാണ് മുട്ടയുടെ വെള്ള എന്ന് നമ്മൾ പറയുന്നത്. അത് അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ചൂട് ചെന്ന് കഴിയുമ്പോൾ 60 ഡിഗ്രിക്ക് മുകളിൽ ചൂട് ചെല്ലുകയാണ്. അപ്പം നമ്മൾ പുഴുങ്ങാന്ന് പറയുമ്പോൾ ബോയിൽ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് നേരം ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ജെല്ലി എന്തായിട്ട് മാറുന്നു? അത് കട്ട പിടിച്ചിട്ടാണ് നമ്മൾക്ക് എന്തായിട്ട് ഒരു സോളിഡ് ആയിട്ടൊരു വൈറ്റ് പോർഷനായിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലഡ്, നമ്മളുടെ ബോഡിയിലെ ടിഷ്യൂസ്, ബ്ലഡ്, ഇങ്ങനത്തെ സോയിൽ, ഗ്രോസ് സോയിൽ എല്ലാം എന്താണ്? പ്രോട്ടീൻ കണ്ടന്റ് എല്ലാം എന്ത് പറ്റും? 60 ഡിഗ്രി ചൂടിന് മേളിലുള്ള വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? അത് കട്ട പിടിക്കും. ദാറ്റ് മീൻസ് അതിന് പറയുന്ന വാക്കാണ് കൊയാഗുലേഷൻ. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് അറിയാം, ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇൻസ്ട്രുമെന്റിലോട്ട് നല്ലപോലെ ഫേംലി അറ്റാച്ച് ആവും. അപ്പോൾ എന്താണ്? നമുക്ക് ക്ലീനിങ് കൂടുതൽ ബുദ്ധിമുട്ടാവും. Then water should be changed when it is visually soiled or at regularly scheduled intervals to prevent soiled particles from redepositing on instruments. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? വാട്ടർ നമ്മൾ
സോയിലായെന്ന് തോന്നിയാൽ വാട്ടർ ഡേർട്ടി ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചേഞ്ച് ചെയ്തോളാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അത് ഏത് സമയത്തെല്ലാം ചേഞ്ച് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മളുടെ വാഷിംഗ് ഏരിയ ഡീകണ്ടാമിനേഷൻ ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ ഏരിയയുടെ മാനുവൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന അൾട്രാസോണിക് മെഷീനകത്ത് വാട്ടർ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ആ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ടൈം അനുസരിച്ച് നമ്മൾ മാറ്റുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്ട്രുമെന്റിലോട്ട് വീണ്ടും ഈ ഡേർട്ട് റീഅറ്റാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. The unit tank should be cleaned and the drain should be checked for debris at each water change. അപ്പം നമ്മൾ ഓരോ തവണ വെള്ളം ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോഴും ആ ടാങ്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. നേരത്തെ നമ്മൾ വായിച്ചു, കാരണം ഈ പ്രോട്ടീനും ഫാറ്റ് കണ്ടന്റും എല്ലാം ഈ ടാങ്കിൽ പറ്റി പിടിച്ചിട്ടിരിക്കണ്ടാവും, അതിൻ്റെ വോളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പം അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടാങ്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ ആ ഡ്രെയിനിൻ്റെ പോർഷനും നമ്മൾ ചെക്ക് ചെയ്യണം. അതും നമ്മൾ ഈ വാട്ടർ ചേഞ്ച് നടത്തുമ്പോഴത്തേനും അവിടെയും ക്ലീൻ ചെയ്ത് എല്ലാം നോക്കിയിട്ട് വേണം പുതിയ വാട്ടർ വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട്. An ultrasonic unit may have 1 or 2 or 3 chambers. ഒരു അൾട്രാസോണിക് മെഷീൻ എന്ന് പറഞ്ഞാൽ ചില മെഷീനുകൾ ഒറ്റ ചേമ്പറേ ഉണ്ടാവുള്ളൂ, ചിലത് 2 ചേമ്പർ, ചിലത് 3 ചേമ്പർ വരെ ഉണ്ടാവാം. എന്തൊക്കെയാണ് ഓരോ ചേമ്പറിന്റെ ഉദ്ദേശം? ദ ഫസ്റ്റ് ചേമ്പർ ഈസ് ഫോർ ദ ഡിറ്റർജന്റ് ബാത്ത് ആൻഡ് ദ സെക്കൻഡ് ഈസ് ഫോർ റിൻസിങ് ആൻഡ് ദ തേർഡ് ഈസ് ഫോർ ഡ്രൈയിങ്. അപ്പോൾ ആദ്യത്തെ ചേമ്പർ മാത്രമാണെങ്കിൽ അതിനകത്ത് ക്ലീനിങ് നടത്താൻ വേണ്ടി മാത്രം. ഇനി രണ്ടാമത്തെ ചേമ്പർ ഉണ്ടെങ്കിൽ അത് റിൻസിങ്ങിന് വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ ചേമ്പറും കൂടെ ഉണ്ടെങ്കിൽ അത് റിൻസിങ്ങിന് ശേഷം ഇൻസ്ട്രുമെന്റ്സ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. Some single chamber sonics may only provide a cleaning process while other single chamber units perform both cleaning and rinsing function. ഇനി മിക്കവാറും സിംഗിൾ ചേമ്പർ ആയിട്ടുള്ള സിംഗിൾ ചേമ്പേർഡ് അൾട്രാസോണിക് മെഷീൻ ആകെ ചെയ്യുന്നത് ക്ലീനിങ് ആയിരിക്കും. പക്ഷെ ചില കമ്പനികളുടെ അൾട്രാസോണിക് മെഷീൻ എന്താ ചെയ്യുന്നത്? ആ സിംഗിൾ ചേമ്പർ ആണെങ്കിലും അത് ക്ലീനിങ്ങും അതുപോലെ തന്നെ അത് റിൻസിങ്ങും ചെയ്യും. When using a single chamber unit, it is necessary to know if the rinsing function is automatic. അപ്പം നമ്മൾ ഒരു സിംഗിൾ ചേമ്പർ ആയിട്ടുള്ള മെഷീനാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ക്ലീനിങ് മാത്രമാണോ ചെയ്യണത് അതോ റിൻസിങ്ങും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. Then if the unit does not have a rinse cycle, it is important to manually rinse instrument after removing them from the sonic cleaner. നമ്മൾ ആദ്യം പഠിച്ചു ഈ മെഷീൻ ക്ലീനിങ് മാത്രമേ ചെയ്യണുള്ളൂ, റിൻസിങ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി എടുത്തിട്ട് ഈ സെറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിൻസിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം എന്താണ്? അതിനകത്ത് ഡിറ്റർജന്റ് റെസിഡ്യൂം സോയിൽ റെസിഡ്യൂം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടർ മസ്റ്റ് ബി ഡീഗ്യാസ്ഡ്. ഇനി അതിനെ പറ്റിയുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു ഇതിലാവാം, കാരണം ടൈം കൂടുതലായി. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.